ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മലയാളി ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണിന്ന്. സോ അജിൽ ഏകദേശം പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഈ ട്രിപ്പ് നമ്മൾ കുറേ നാളെ പ്ലാൻ ചെയ്യണമായിരുന്നു. ലൈക്ക് ഓരോ തവണ നമ്മൾ മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് ഒക്കെ വരും. സോ ദിസ് ടൈം ഇറ്റ്സ് ഹാപ്പനിങ്. നമ്മൾ ഫ്ലൈറ്റിനാണ് പോകുന്നത് ഫ്രം കൊച്ചി ടു ഡൽഹി. ഫ്ലൈറ്റ് ചേർന്ന് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, ബട്ട് നമുക്ക് അധികം ലീവ്സ് ഇല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലൈറ്റ് ചൂസ് ചെയ്തത്. സോ പോകുന്ന വഴിക്ക് നമുക്ക് അക്ഷയനെയും മനുവിനെയും പിക്ക് ചെയ്യാനുണ്ട്. നമ്മളൊരു 6 മണി ആയപ്പോൾ ഒക്കെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി. സോ കളമശ്ശേരി എത്തിയപ്പോഴത്തേക്ക് അക്ഷയ അവിടെ ഓൾറെഡി ഉണ്ടായി. മനുജിയും പെട്ടെന്ന് തന്നെ എത്തി. സോ അത്യാവശ്യം ലഗേജ് ഉണ്ട് എല്ലാവർക്കും, കാരണം ഇതൊരു 7 days ട്രിപ്പാണ്. സോ അത്യാവശ്യം ലഗേജ് ഉണ്ട്. എസ്പെഷ്യലി മണാലി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ജാക്കറ്റ്സും തെർമൽസും പിന്നെ റിലേറ്റഡ് ഐറ്റംസ് കുറേ ഉണ്ട്. ലഗേജ് അത്യാവശ്യം ഉണ്ട്. നമ്മുടെ ഈ ടിക്കറ്റ് ഒരു 2 months ബാക്ക് തന്നെ ബുക്ക് ചെയ്തായിരുന്നു. സോ സ്കൈ സ്കാനർ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. സോ അതുവഴിയാണ് ബുക്ക് ചെയ്തത്. പിന്നെ ആ കൂടി ഒരു വിഷമമുള്ളത് രമേഷിന് വരാൻ പറ്റിയില്ല ഈ ട്രിപ്പിന്. സോ നമ്മൾ എയർപോർട്ട് എത്താറായിട്ടുണ്ട്. പിന്നെ ഡിജി യാത്ര എന്നൊരു ആപ്പ് ഉണ്ട്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ലൈക്ക് നമ്മുടെ ഈ എയർപോർട്ട് എൻട്രി പ്രൊസീജിയർ ഒന്ന് സ്മൂത്ത് ആക്കാനാണ്. സോ അത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ദെൻ നമ്മുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ്, ആധാറോ എന്തെങ്കിലും വെച്ച് ഒതൻറ്റിക്കേറ്റ് ചെയ്യുക. ദെൻ ഒരു ഫോട്ടോയും അപ്ലോഡ് ആകുക അതിൻ്റെ അകത്ത്. പിന്നെ ഫ്ലൈറ്റിന് 2 days മുന്നേ, അതായത് 48 hours മുന്നേ ഫ്ലൈറ്റിൻ്റെ സൈറ്റിൽ കയറി വെബ് ചെക്ക് ഇൻ ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ബോർഡിംഗ് പാസ് ഈ ആപ്പിൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. സോ ഈ ഡിജി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ട് എൻട്രി അത്യാവശ്യം സ്മൂത്താണ്. ലൈക്ക് ഡിജി യാത്രയ്ക്ക് ഒരു സെപ്പറേറ്റ് ക്യൂ ഉണ്ട്. ജസ്റ്റ് ആ ഡിവൈസിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് ഫേസ് സ്കാൻ ചെയ്ത് നമുക്ക് എൻ്റർ ആയി പോകാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ലൈക്ക് മാനുവലായിട്ടൊരു വെരിഫിക്കേഷൻ പ്രൊസീജിയറിന് നമ്മൾ ID പ്രൂഫ് ഒക്കെ കൊടുത്തുള്ള വെരിഫിക്കേഷന് ഇവിടെ ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് അത്യാവശ്യം സ്മൂത്താണ്. സോ ഇത്രയും കഴിഞ്ഞ് പിന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറി ബാഗേജ് ചെക്ക് ഇൻ ചെയ്തു. ബോർഡിംഗ് പാസിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടാണ് ഇവിടെ ചോദിച്ചത്. ബോർഡിംഗ് പാസിൽ നമ്മുടെ ഫ്ലൈറ്റ് എൻട്രി ചെയ്യേണ്ട ഗേറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാകും. സോ നമുക്ക് ഗേറ്റ് 6 ആണ് കിട്ടിയത്. സോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാൽ നേരെ നമ്മൾ ലോഞ്ചിലേക്കാണ് ചെല്ലുന്നത്. സോ ഈ വെയിറ്റിംഗ് ഏരിയയിൽ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. സോ പിന്നെ നമുക്ക് അതിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കാണാൻ പറ്റും. നമ്മുടെ ഗേറ്റ് 6 ആണ്. സോ അതിൻ്റെ ആ പർട്ടിക്കുലർ ഏരിയയിൽ ചെന്ന് വെയിറ്റ് ചെയ്യുക. ഫ്ലൈറ്റിൻ്റെ ഇപ്പോൾ സ്റ്റാറ്റസ് സെക്യൂരിറ്റി ചെക്കാണ്, കറണ്ട് സ്റ്റാറ്റസ്. അക്ഷയ്, മനു. അപ്പോൾ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിനൊടുവിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഈ കാണാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഫ്ലൈറ്റ്. സോ ഗേറ്റ് 6 വഴിയാണ് എൻട്രി ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ആ ഇഷ്യൂ ചെയ്ത ബോർഡിംഗ് പാസ് ഒന്നുകൂടെ അവിടെ കാണിച്ചാൽ മതി. ഇത് എൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റാണ്. എൻ്റെയും മനുവിൻ്റെയും അജിൻ്റെയും. അക്ഷയുടെ എനിക്ക് തോന്നുന്നു 4th or 5th ഫ്ലൈറ്റാണെന്ന് തോന്നുന്നു. ഏകദേശം 3 hour ജേർണിയാണ് നമുക്കുള്ളത് ഫ്രം കൊച്ചി ടു ഡൽഹി. സോ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഓഫ് കോഴ്സ് നമ്മൾ കാണും. ബട്ട് ഇൻ ബിറ്റ്വീനുള്ള ടൈം ആക്ച്വലി ബോറിംഗ് ആണ്. ഒന്നെങ്കിൽ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് എന്തെങ്കിലും ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മൂവീസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. സോ അക്ഷയ അജിൽ അവിടെ ഇരുന്ന് ബുക്കൊക്കെ എടുത്ത് മറിച്ചൊക്കെ ഉണ്ടായി. പിന്നെ ഇൻ്റർനെറ്റ് ഇല്ല. സോ ഓഫ്ലൈനായിട്ട് എന്തെങ്കിലും മ്യൂസിക് ഓർ മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം. പിന്നെ ഡൽഹിയിൽ തലേ ദിവസം ലൈക്ക് എയർ ക്വാളിറ്റി ഭയങ്കര പൂറായിരുന്നു. ലൈക്ക് അവർ അലേർട്ടൊക്കെ ഇഷ്യൂ ചെയ്തു. ഫ്ലൈറ്റിൻ്റെ ബാക്ക് ഡോർ വഴിയായിരുന്നു നമ്മൾ എക്സിറ്റ് ചെയ്തത്. ദെൻ അവരുടെ ബസ് പിക്കപ്പ് ചെയ്യാനുണ്ടായി. കമ്പയർഡ് ടു കൊച്ചി ഡൽഹി എയർപോർട്ട് നല്ല വലുതാണ്. ലൈക്ക് ഇഷ്ടം പോലെ ഫ്ലൈറ്റ്സ് അവിടെ ഉണ്ടായി. ആൻഡ് വിസിബിലിറ്റി അത്യാവശ്യം ലോ ആയിരുന്നു, ലൈക്ക് ഡ്യൂ ടു ഫോഗ്. പിന്നെ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ആ ഫോഗുണ്ട്. പിന്നെ ലൈക്ക് ഡൽഹി അത്യാവശ്യം കോൾഡ് ക്ലൈമറ്റ് ആണല്ലോ. പിന്നെ എയർപോർട്ടിൽ നിന്ന് ലഗേജ് കളക്ട് ചെയ്യാൻ നിന്നപ്പോഴാണ് നമ്മുടെ ആക്ട്രസ് റിമ മാമിനെ കണ്ട്. മാം ഒരു അവാർഡ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നായിരുന്നു. അപ്പോൾ ബൈ ഗൈസ്, ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം.